അങ്ങനെ ഉസ്താദ് അവിടെ ഇറങ്ങി CM വലിയുള്ളാഹിയുടെ അടുക്കൽ കയറി ചെന്നപ്പോൾ ഉസ്താദ് വിഷയമൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കിടക്കുന്ന ഷെയ്ഖുന കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല? അതാദ്യം പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട വന്യരായ എൻ്റെ ഗുരുവര്യരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് അവറുകളോട് ചില വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പല സംഭവങ്ങളും പറയാറുണ്ട്. അവിടുത്തെ കിട്ടിയ സംഭവങ്ങൾ ഞാൻ അതാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ആദ്യമായിട്ട് ഉസ്താദ് പറഞ്ഞ ഉസ്താദിന് ആദ്യത്തെ ഒരു അനുഭവം പറഞ്ഞത്, തലക്കടത്തൂരിൽ ഷെയ്ഖുന ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗൾഫിലേക്ക് പോകാൻ നല്ല ഒരാളൊരു വിസയുമായിട്ട് വന്നു. അപ്പോൾ ആ വിസയിലുള്ള ജോലി ഗൾഫിലെ ഒരു ലൈബ്രറിയിൽ കുത്തുബ് ഖാനയുള്ള ജോലിക്കാണ്. അപ്പോൾ കൊണ്ടുവന്ന ആൾ പറഞ്ഞത്, നിങ്ങൾക്ക് കിതാബുമായി ബന്ധപ്പെട്ട് അവിടെ ജോലിയെടുക്കാം, കിതാബ് നോക്കുകയും ചെയ്യാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അവിടുത്തെ പിതാവിനോടും അതുപോലെ തന്നെ അമ്മൂഷാക്കാനോടൊക്കെ ചോദിച്ചു. അവരൊന്നും അതിന് വേണ്ടത്ര ഒരു പ്രോത്സാഹനജനകമായ മറുപടി അല്ല കിട്ടിയത്. പക്ഷേ കൂട്ടുകാരായിരുന്ന പല ആളുകളും ഉസ്താദിനോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഏതായാലും ഇതിനൊരു അന്തിമ പരിഹാരത്തിന് വേണ്ടി ഷെയ്ഖുനായെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ വന്നു. ഉസ്താദ് അവിടെ കയറി ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായ സമയത്ത് ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ മുകളിലേക്ക് ചേറിക്കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കയറി ചെന്നു. ഷെയ്ഖുനായുടെ അടുക്കൽ സലാം പറഞ്ഞ് നിന്നപ്പോൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഗൾഫിലേക്കും പോകണ്ട, എവിടേക്കും പോകണ്ട, ഇവിടെ നല്ലവണ്ണം ദർസ് നടത്തി കൊണ്ടുപോവുക എന്നാണ്. ആ പുസ്തകം പറയണ ഞാൻ അതോടുകൂടെ അത് മുറിച്ചിട്ടു. പിന്നെ ഗൾഫ് പോണതൊന്നുമില്ല, പിന്നെ ദർസായി. നല്ലവണ്ണം ദർസ് നടത്തുക എന്നാണ് പറഞ്ഞത്. ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഉസ്താദിൻ്റെ ദർസിനെ സംബന്ധിച്ചും അതുപോലെ അവിടുത്തെയുള്ള കഴിവുള്ള ഉലമായിൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയവരാണ് കേരളത്തിന് പുറത്തുള്ള നല്ല ആലിമീങ്ങളൊക്കെ. അപ്പം അത് ഷെയ്ഖുനായുടെ ഒരു വാക്കും അവിടുത്തെ ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ടുണ്ടായിരുന്ന നേട്ടം പലപ്പോഴും ഉസ്താദ് പറയുകയാണ്, അന്നെങ്ങാനും ഞാൻ ആ ഗൾഫിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ആരെങ്കിലും അറിയോ, അല്ലെങ്കിൽ എനിക്ക് ഈ തൗഫീഖ് കിട്ടുമോ? അത് കിട്ടിയത് ഷെയ്ഖുനായുടെ ആ ഒരൊറ്റ വാക്കാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം, ഉസ്താദിന് വിവാഹം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ട് അതിലൊന്നും വിജയിച്ചില്ല. അവസാനം ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് പറഞ്ഞപ്പോൾ മംഗലാപുരത്തിനടുത്തൊരു ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ഉള്ളാളത്ത് പോയി തങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ് ആ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ വൈദ്യശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യത വളരെ പറയും. ഉസ്താദിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഒരു സുന്നിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മഹാന്മാരുടെ വാക്കുകളൊക്കെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ അങ്ങനെ ഞങ്ങളെ വീക്ഷണത്തിൽ ഉള്ളൂ, അല്ലാത്ത വേറെ സാധ്യതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അടുക്കൽ തിരിച്ചു വന്ന് ഈ സംഭവം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇൻഷാ അല്ലാഹ്, അള്ളാഹു അല്ലേ വലുത്. ഏതായാലും നിങ്ങൾ പോകുമ്പോൾ കോഴിക്കോട് ഇറങ്ങിയിട്ട് CM വലിയുള്ളാഹിയെ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അവിടെ ഇറങ്ങി CM വലിയുള്ളാഹിയുടെ അടുക്കൽ കയറി ചെന്നപ്പോൾ ഉസ്താദ് വിഷയമൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കിടക്കുന്ന ഷെയ്ഖുന കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല?
അതാദ്യം പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടാവും. ഇന്ന് ഉസ്താദിന് ആ 2 കുട്ടികൾ ഹയാത്തിലുണ്ട്. 2 പെൺകുട്ടികളാണ്. അവരെ 2 പേരെയും കെട്ടിച്ചു. അവർക്കതിൽ സന്താനങ്ങളും ഉണ്ട്. രണ്ടാമത്തേന് ഇപ്പം സന്താനമായിട്ടില്ല. മറ്റേ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടിയുണ്ട്. ഏതായിരുന്നാലും 2 മാലിമീ മരുമക്കളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വേറെയും ഉസ്താദ് പറയലാക്കിയതുപോലെ വലിയ മഹത്വം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മദതും നോട്ടവും ആ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.